ഞങ്ങളുടെ ആദർശ പ്രചാരണ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. മെയ് 7-ാം തീയതി കാസർഗോഡ് സമാപിക്കുമ്പോഴേക്ക് സർവ മൗലവിമാരെ കൊണ്ടും ഞങ്ങൾ മമ്പുറത്തെ തങ്ങളെ വിളിപ്പിക്കും, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിപ്പിക്കും, മാസൂർ മുഴുവൻ മൗലവിമാരെ കൊണ്ടും ഞങ്ങൾ മന്ത്രിപ്പിക്കും. ഞങ്ങളെ ഓങ്ങിയിട്ടുള്ളൂ, അടിച്ചിട്ടില്ല. ഓങ്ങിയിട്ടുള്ളൂ ഞങ്ങളൊന്നും. അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ച് കണ്ടങ്ങള് 10 കൈ അടിച്ച അഹങ്കാരത്തിന്റെ കയ്യും. നിങ്ങൾ ആലോചിക്കും ഇവർ 2 കൂട്ടരും പറഞ്ഞ എന്താ? ഈ 2 കൂട്ടരും പറഞ്ഞ എന്താ? മിനായിൽ തീ പിടിച്ച പെങ്ങൾ അള്ളയുടെയാണ്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് കേട്ടോളി. സുന്നി മുജാഹിദ് എന്താന്ന് പറയുന്ന ഒരു ആയത്ത്. എന്താണ്? സുന്നിയാണോ നല്ലത്, മുജാഹിദാണോ നല്ലത് എന്ന് പറയുന്ന ഒരു ആയത്ത് കേട്ടോളി. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമർ 45-ാമത്തെ വചനം. ആയത്തുകളാട്ടോ തെളിവുദ്ധരിക്കണേ, വെറുതെ പറയല്ല. وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ تَمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ وَإِذَا ذُكِرَ الَّذِينَ مِن دُونِهِ إِذَا هُمْ يَسْتَبْشِرُونَ. ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? കേട്ടോളി. അല്ലാഹുവിനെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ ഇത് അല്ലാഹനെ മാത്രം വിളിക്കണം, അല്ലാഹനെ മാത്രം ആരാധിക്കണം, അല്ലാഹനോട് മാത്രം നേർച്ച നേടണം എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയത്തിന് അസഖ്യത അനുഭവപ്പെടും. അപ്പൊ അവർ ചോദിക്കും, മൊയ്തീൻ ശൈഖിനെ കഴിവില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുടേനോ എന്നോല് ചോദിക്കും. അല്ലാഹ് പറയാ കേട്ടോളി. എന്നിട്ട് ഒരു കാര്യം കൂടി പടച്ചോൻ പറഞ്ഞു, വൈദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബിശിറൂൻ. അല്ലാഹന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെയും കൂടെ പറഞ്ഞു നോക്കി, ഈ സ്വഭാവം അല്ലാഹ് പറഞ്ഞ സ്വഭാവക്കാരെന്ന് കേരളത്തിൽ ആരാ? ശരിക്കും നന്നായിട്ട് ആലോചിച്ചോ, നന്നായി മനസ്സിലാക്കിക്കോ. എന്താ മനസ്സിലാക്കേണ്ടത്, എന്താ ഉൾക്കൊള്ളേണ്ടത്? അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പറഞ്ഞ ദേഷ്യം പിടിക്കും ഒരു കൂട്ടർക്ക്. അതിവിടെ ആർക്കാ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന സ്റ്റേജുകൾ കയ്യേറുന്നവരാരാ? ഇവിടുത്തെ സുന്നികളാണ്. പിന്നെയോ വൈദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബിശിറൂൻ. അള്ളാഹിന്റെ പുറമെ മൊയ്തീൻ ശൈഖിനെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞാലോ ആ മുസ്ലിയാർ വരുമ്പോ സന്തോഷോ, ആ മുസ്ലിയാരെ പ്രസംഗം കേൾക്കുമ്പോ സന്തോഷോ. ഈ സ്വഭാവം ഇവിടെ ആർക്കാ? നിങ്ങൾ ചിന്തിക്കുക. അതായത് പനായിയുടെ ചരിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഹക്കും ബാത്തിലും വേർതിരിച്ച് ഇന്ന് നിങ്ങൾ കേട്ട ഈ ശബ്ദം ഉണ്ടല്ലോ, ഹക്കും ബാത്തിലും വേർതിരിച്ച വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ എന്ന് പറഞ്ഞില്ലേ ഖുർആൻ? സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴച്ച ഈ നാട്ടിൽ നടന്ന പുരോഹിതന്റെ പ്രഖ്യാപനമല്ല ഇത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്വാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കൂ എന്ന് ഖുർആൻ 9-ാം അധ്യായം 119-ാമത്തെ വചനത്തിൽ പറയാ. അതുകൊണ്ട് സഹോദരാ, ഇത് സത്യപ്രസ്ഥാനമാണ്. പിന്നെയോ അഹങ്കാരം മറ്റൊന്നെന്താ? ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഓങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ്, അടിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ മമ്പറം നിങ്ങളെ വിളിപ്പിക്കും. ഞങ്ങളൊരു കഥ കേട്ടോളി. ഇത് ആദ്യം പറഞ്ഞ അബൂജാഹിലിനെ പറഞ്ഞ് അബൂജാഹിലിന്റെ ആൾക്കാരാക്കി. ഇതാദ്യം അബൂജഹലാ പറഞ്ഞു. ചരിത്രത്തിലെ കൃത്യമായ തെളിവ് കേട്ടോ. ബിലാലിനെ മലത്തി അങ്ങോട്ട് കിടത്തി, നെഞ്ചത്ത് കല്ലങ്ങോട്ട് കയറ്റി വെച്ചു. നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് കയറിട്ട് കഴുത്തിൽ ഇങ്ങോട്ട് കുടുക്കി വലിച്ചിട്ട് പറഞ്ഞു, വിളിയടാ ലാത്ത വല്ലുസ. കേട്ടോ അബൂജഹലിന്റെ സിദ്ധാന്തമാണ് മുസ്ലിയാരെ നിങ്ങളെ സിദ്ധാന്തം. അബൂജഹൽ പറഞ്ഞു, വിളിയടാ ലാത്ത വല്ലുസ. അപ്പൊ ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, ഇത് നിങ്ങൾക്കും അറിയാലോ, സുന്നിക്കും അറിയാലോ, അല്ലാഹു അഹദ്, അല്ലാഹ് മാത്രമാണ് ഏകൻ, അവനെ മാത്രമാണ്. എന്നാ സുന്നിയുടെ വിശ്വാസ ശരിയെങ്കിൽ എന്താ പറയുന്നത്? ഞാൻ അള്ളാഹിനെയും വിളിക്കും, നബീനെയും വിളിക്കും, ലാത്തനെയും ഉസ്സനെയും വിളിക്കൂല. വിളിയടാ ലാത്ത വല്ലുസ എന്നായിരുന്നു അബൂജഹൽമാർ പറഞ്ഞത്. കേരളത്തിന്റെ ആധുനിക അബൂജഹൽമാർ കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്തെത്തുമ്പോ അല്ലാഹു അല്ലാത്തവരെ വിളിപ്പിക്കും, ഞങ്ങൾ എല്ലാവരെയും മുശ്രിക്കാക്കും, അതുവഴി ഞങ്ങളോടൊപ്പം കമ്പനി ഉറപ്പിക്കും എന്ന് പ്രസംഗിച്ച മുസ്ലിയാക്കന്മാർ. കേരളത്തിൽ ഞങ്ങളുടെ പോരാട്ടം ശിർക്ക് ചെയ്യിപ്പിക്കുക എന്ന അബൂജഹലിസം ഉള്ളാളത്തിൽ ജോലി ചെയ്തൊരു കാലം, ഒറ്റ കൊല്ലം പെട്രോൾ ഒഴിച്ച് ചുടാനാ വന്ന് AP സുന്നികൾ. പെട്രോൾ ഒഴിച്ച് ചുടാൻ എന്നെ കൊല്ലാൻ വന്നു. പിഞ്ചു പൈതലിനെയുമായി എനിക്ക് ഇവിടുന്ന് പോരേണ്ടി. സഹോദരങ്ങളെ, തൗഹീദിന് വേണ്ടി അന്ന് പള്ളി ആക്രമിച്ചു. ബാബരി മസ്ജിദിന്റെ 10ാം വാർഷികം കൊണ്ടാടുമ്പോ റമദാൻ കഴിഞ്ഞ് ഒരു പെരുന്നാളിന്റെ പകലിൽ AP സുന്നികൾ എന്ന ആ ദർഗയിൽ ജീവിച്ച വാടക ഗുണ്ടകളുടെ നേതൃത്വത്തിൽ സലഫി മസ്ജിദ് ആക്രമിച്ചു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നിന്റെ ബോട്ടൽ കൊണ്ടുവന്ന് പള്ളിയിൽ എറിഞ്ഞു.
എന്നിട്ട് ആകെ മരുന്നുകൊണ്ട് ആളുകൾ വീണും തകർന്നും അടിച്ചു. 9ഓളം വാഹനങ്ങൾ തകർത്തു. അന്ന് മൂസാക്ക എന്ന് പറഞ്ഞ വയസ്സായ താടിയുള്ള മനുഷ്യരുണ്ട്. ആ മൂസാക്കാരെ പിടിച്ചു കുലുക്കിയിട്ട് ഒരു അബൂജഹൽ പറഞ്ഞു, വിളിക്കുണ്ടാളും തങ്ങളെ വിളിക്കുമൈദീൻ. അന്ന് മൂസാക്ക പറഞ്ഞു, ബിലാലിനെ നീ ഓർക്കുന്നുണ്ടോ? നിനക്ക് ബിലാലുമായി വലിയ ബന്ധമുണ്ടാവില്ല. ആ ബിലാൽ അല്ലാഹു അഹദ് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മുസ്ലിയാക്കന്മാർ മുസ്ലിമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അബൂജഹലിന്റെ സിദ്ധാന്തമാണ്, ബിലാലിന്റെ സിദ്ധാന്തമല്ല. ബിലാലിന്റെ സിദ്ധാന്തമല്ല. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുബിതുക്കും ബിഹൽബിൻ മിനൽ മലായികതി മുർദിഫീൻ. 8-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. അല്ലാഹുവിനോട് ഇസ്തിഹാസ നടത്തി റസൂൽ, അനുയായികൾ ഒന്നടങ്കം. അപ്പൊ പടച്ചവനോട് പ്രാർത്ഥിച്ച മഹാനായ യൂനുസ് നബി, ആ യൂനുസ് നബി കടലിന്റെ ആന്തരികതയിൽ 5 ഇരുട്ടറകൾക്കുള്ളിൽ സൂറത്ത് അംബിയ 50-ാമത്തെ വചനം പരിശോധിക്കേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് നബി ഞങ്ങളോടൊപ്പമുണ്ട്, ഇബ്രാഹിം നബി ഞങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ കൂടെ ആരുണ്ട്? റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക റബ്ബി ജൽ ഹാദാ ബലദൻ ആമിന വഇദ് യർഫഉ ഇബ്രാഹിമുൽ കവായിദ മിനൽ ബൈതി വഇസ്മാഈലു. അതുപോലെ റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക സൂറത്ത് ബഖറയിൽ 126 മുതൽ 129 വരെ ഈ പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞങ്ങളോടൊപ്പമുണ്ട്. യൂസുഫ് നബി ഞങ്ങളോടൊപ്പമുണ്ട്. റബ്ബികദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസി ഫാത്തിറ സമാവാതി വൽ അർളി അൻത വലി ബിദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. 12-ാം അധ്യായം 101-ാമത്തെ സൂക്തം. യൂനുസ് നബിയും യൂസുഫ് നബിയും ഞങ്ങളോടൊപ്പമുണ്ട്. ആദം നബി ഞങ്ങളോടൊപ്പമുണ്ട്. നൂഹ് നബി ഞങ്ങളോടൊപ്പമുണ്ട്. ഏതെങ്കിലും ഒരു നബി അല്ലാഹുവോട് പ്രാർത്ഥിച്ചതിന്റെ പിൻബലമുണ്ടോ നിങ്ങൾക്ക്? ഏത് സഹാബിയുടെ പിൻബലമാണ് നിങ്ങൾക്കുള്ളത്? ദീനിൽ എന്ത് പിൻബലമാണ് ഈ സുന്നികൾക്കും ഈ കെ സുന്നികൾക്കും ഉള്ളത്? പിന്നെ അമ്പലക്കട പറഞ്ഞല്ലോ, സുന്നി മുസ്ലിയാരൊക്കെ മറക്കണ്ട, ആദരിക്കും. ഇക്കോലത്തിലുള്ള കാർക്കിച്ചു നോക്കും. ഈ സമുദായം ഇന്ന് ഉയർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പുരോഹിതന്മാർ പാവങ്ങളെ ചൂഷണം ചെയ്യാനല്ല, ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ. പൗരോഹിത്യൻ ചാർത്തിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മാനവരാശിയെ മോചിപ്പിച്ച നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആദരിക്കുന്ന, ഞങ്ങൾ ബഹുമാനിക്കുന്ന, ഞങ്ങൾ അംഗീകരിക്കുന്ന, ഇത്തിബാ ചെയ്യുന്ന മഹാരഥനായ പ്രവാചക ചക്രവർത്തി. ഖുർആനിലെ 7-ാം അധ്യായം 157-ാമത്തെ വചനം. അവസാനിപ്പിക്കുകയാണ്. പനായിക്കാരോട്, ഈ പ്രസംഗം കേൾക്കുന്ന വിവിധ പ്രദേശത്തു നിന്ന് വന്നവരോട്, നമുക്ക് മരിക്കണം, നമുക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടണം. നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെയില്ല.